കരുവാരകുണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി UDF നേതാക്കൾ. 4.5 കൊല്ലക്കാലം ഭരണം നടത്തിയവർക്ക് 20 സെന്റ് ഭൂമി KSEB സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടി കണ്ടെത്താനായിട്ടില്ലെന്നും ഭൂമി ലഭിക്കാതെ വന്നപ്പോൾ MLAയുടെ തലയിലേക്കിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയതുകൊണ്ടാണ് UDF സർവകക്ഷി യോഗം ബഹിഷ്കരിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. ചീനിപ്പാടത്തെ ഭൂമി നികത്തുന്നതിൽ വൻ അഴിമതിയും കമ്മീഷൻ പറ്റിയിട്ടുമുണ്ടെന്ന് നേതാക്കൾ ആരോപിച്ചു.
സർവകക്ഷി യോഗം വിളിക്കുന്നത് ദുഷ്ടലാക്കോട് കൂടിയാൽ ഞങ്ങൾക്കറിയാം. ഈ മലയോര ഹൈവേയുടെ റോഡിന്റെ പണി ഇവിടെ നടക്കുന്ന സമയത്ത് റോഡിൽ പൊടി പാറിയപ്പോൾ ജനങ്ങളും വ്യാപാരി വ്യവസായിയും ഒക്കെ ഒന്നിച്ചെതിരായി. അങ്ങനെ പ്രശ്നം വന്നപ്പോൾ ഇവർ സർവകക്ഷി യോഗം വിളിച്ചിട്ട് MLA കൊണ്ടുവന്നു. MLA നല്ലത് ഉദ്ദേശിച്ച യോഗത്തിന് വന്നു. അതിൻ്റെ കാര്യകാരണങ്ങൾ പറയാൻ, അതിൻ്റെ കാലതാമസം, അതിൻ്റെ കാര്യങ്ങളും വ്യക്തമായി പറയാൻ വേണ്ടി വന്നപ്പോൾ ഇവർ മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലേക്കാർഡും ബാനറും ഒക്കെ പിടിച്ച് MLAക്കെതിരെ പ്രതിഷേധ നാടകം കളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതും അതുപോലെയാണ്. മാർച്ച് മാസം ഫണ്ട് ലാപ്സാകുന്നു എന്ന് കേട്ടപ്പോൾ 4 കൊല്ലം മുമ്പ് കിട്ടിയ ഫണ്ട് കുറുക്കനാമട്ടിയമാരി ചെയ്യാൻ പറ്റാതെ പൂത്തി വെച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ MLA വിളിച്ച് MLA തലയിലിടാനും UDF തലയിൽ ചുമത്താനും വേണ്ടിയിട്ടാണ് ആ സർവകക്ഷി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ആ യോഗത്തിൽ പോകുന്നത്. MLA പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഞങ്ങളും പോകുന്നില്ല. ഞങ്ങളെ തലയിൽ അത് ഇടാതിരിക്കാനാണ്. 30 സെന്റ് സ്ഥലം കരുവാരക്കുണ്ടിൽ വാങ്ങാൻ കഴിയാത്ത 4 കൊല്ലമായിട്ട് വാങ്ങാൻ കഴിയാത്ത ഭരണസമിതി അതിന്റെ നേതൃത്വം കൊടുക്കുന്ന CPM അമ്പേ പരാജയമാണ്. ഇവിടെ മറ്റ് നേരത്തെ ക്ലബ്ബുകാരെ സൂചിപ്പിച്ചതാണ്. അരിമണലിലെ ചെറുപ്പക്കാരായ ക്ലബ്ബുകാർ 1.5 മാസം കൊണ്ട് ജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ച് കളിസ്ഥലം വാങ്ങിയതിലാണ്. അതിനു പോലും അത്ര പോലും കഴിയാത്തവരാണ് ഭരണസമിതിക്കാരിൽ നിന്ന് സമർത്ഥിക്കാനാണ് ഞങ്ങളത് പറഞ്ഞത്. അല്ലാതെ അതിന്റെ മൂക്കോരി എടുക്കാനല്ല. മനസ്സിലായില്ലേ? അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അകമ്പാടത്ത് അവിടെ യൂത്ത് ലീഗ് ഉണ്ട്, അവിടുത്തെ ക്ലബ്ബുകാരും നാട്ടുകാരുണ്ട്. അകമ്പാട ക്ലബ്ബ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. നമ്മൾ പറയാം 3 കിഡ്നിക്ക് പൈസ പിരിച്ചിട്ട് കിഡ്നി മാറ്റി വെച്ചിട്ടും പണം ബാക്കിയായ നാടാണ് കരുവാരക്കുണ്ട്. 4 കൊല്ലമായിട്ട് 30 സെന്റ് KSEBക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത ഭരണസമിതി ഈ ക്ലബ്ബ് കുട്ടികളെക്കാളും മോശക്കാരാണെന്നാണ് പറഞ്ഞത്. അതാണ് നമ്മൾ സൂചിപ്പിച്ചത്. അത്രയും കഴിവ് കെട്ട ഒരു കാര്യം പറയുന്നത്. ഇവിടെ ഇന്ന് കരുവാരക്കുണ്ട് പഞ്ചായത്തില് പുറമ്പോക്കില് ഗ്രൗണ്ട് ഉണ്ടാക്കേണ്ട സാഹചര്യം ഒരുക്കുന്ന ആരാണ്? ഇവിടെ UDF ആണ്. ഞങ്ങളെ കാലത്താണ് പുറമ്പോക്ക് അത് തിട്ടപ്പെടുത്തിയത്. ആ തിട്ടപ്പെടുത്തിയ സ്ഥലത്താണ് ഇന്ന് ഗ്രൗണ്ട് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഈ ഭരണസമിതി അല്ല ഉണ്ടാക്കിയത്. ഞങ്ങൾ ആ തുടക്കം കുറിച്ചിട്ടുണ്ട് ഈ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ. ഈ സ്ഥലങ്ങളുടെ വലിയ അവകാശവാദം ഓരോ വാർഡിലും ഗ്രൗണ്ടുകളാണ്. അവിടെ ഒരു സംഗതി ഞങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന വൃക്ഷങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. സോഷ്യൽ ഫോറസ്ട്രിയുടെ അനുമതി ഇല്ലാതെയും ആ മരം മുറിച്ചു കടത്തിയോ ഇത് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട കേരളയിലെ ചീനിപ്പാടത്തെ ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ ചീനിപ്പാടത്ത് റിയൽ എസ്റ്റേറ്റുകാരൻ വന്നിട്ട് JCB അതുപോലത്തെ യന്ത്രങ്ങളും വെച്ചിട്ട് ഒരു മരം ഒന്നിച്ച് ഇടിച്ച് താഴ്ത്തിയിട്ട് പഞ്ചായത്ത് ബോർഡ് അതിന് അനുവാദം കൊടുത്തത്. ഞങ്ങളോട് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് ബോർഡിന് അനുവാദം കൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് 20 സെന്റ് ബഡ്സ് സ്കൂളിൽ തരാമെന്ന് പറഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ടാണ് ഈ ഭൂമി മുഴുവൻ നിരപ്പാക്കിയത്. ഇപ്പൊ 20 സെന്റും ഇല്ല. അയാൾ ഭൂമി നിരപ്പാക്കിയിട്ട് റിയൽ എസ്റ്റേറ്റിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് റുപ്യക്ക് വിറ്റൊഴിച്ചുകൊണ്ടിരിക്കുക. അവിടെ സിനിമാ ഹാളും അതുപോലെയുള്ള സംഗതികളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രവർത്തി. അതിന് അവസരം കൊടുത്തത് ആരാ? അതിന് വ്യക്തമായ അഴിമതിയില്ലേ? പഞ്ചായത്ത് ഭരണസമിതിയും വൈസ് പ്രസിഡന്റും ഒക്കെ വ്യക്തമായി അതിൽ അഴിമതി നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് രേഖാമൂലം പറയും. ഞങ്ങൾക്ക് ഇതൊക്കെ പറയാൻ 2 മിനിറ്റ് മതി. ഈ റമദാൻ ഒന്ന് കഴിഞ്ഞോട്ടെ. അടുത്ത മാസം ഏപ്രിൽ അവസാനത്തിൽ ഞങ്ങൾ നാട്ടിലാകെ ഇത് വിശദീകരിക്കും. മറുപടി പറയാൻ CPM കുഴങ്ങും എന്ന കാര്യം ഉറപ്പാ. അതാണ് ഈ ഞഞ്ഞാപ്പിന്റെ വർത്താനൊക്കെ. അതിലൊന്നും ഞങ്ങൾ പേടിക്കണില്ല. അതുപോലെ കാർണിവല് കേൾക്കുന്നത് ഈ സ്റ്റാൻഡിന് മാറ്റാൻ കാരണം എന്താണ്? ഈ അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ്. ഈ അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ് കേരള കാർണിവൽ അങ്ങോട്ട് മാറ്റിയത്. അതിന്റെ മറവ് അവിടെ കാർണിവൽ നടത്തി അതിന്റെ ബാക്കിൽ രാത്രി കാലങ്ങളിലും അവിടെ മണ്ണൊക്കെ നീക്കി ആ 20 സെന്റ് അടിച്ചു മാറ്റി. ഇവിടെ പാവപ്പെട്ട വെസ്റ്റ് സ്കൂളിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു കുന്തൻചെരുവ് കമ്മീസ് അടിച്ചു കാണാണ് സ്ഥലം വാങ്ങിയത്. വേറെ ആരാണ് സ്ഥലം വാങ്ങിയത്? അവിടുത്തെ മെമ്പർ കമ്മീഷൻ അടിച്ചു മാറ്റി. 50 സെന്റ് 50 10 സെന്റ് 5 സെന്റ് ഓരോന്നും ഘട്ടം ഇങ്ങനെ മേടിക്കാണ്. കമ്മീസ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കാണ്. പല മെമ്പർമാരും ഗൾഫാണ്. മണ്ണ് വെക്കുക, അഴിമതി നടത്തുക. N. ഉണ്ണിക്കുട്ടി, AK ഹംസക്കുട്ടി, P. ബാബു, MP വിജയകുമാർ, MK മുഹമ്മദ് അലി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ.
നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ. +2 യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഡിഗ്രി PG വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. കൂടുതലറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബി സ്മാർട്ട് അബാക്കസ് 9447164411.